നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി AICC മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന ആവശ്യവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത്. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. മുഖ്യമന്ത്രിക്കൊപ്പം പോറ്റി നിൽക്കുന്നതായി അടൂർ പ്രകാശ് കാട്ടിയ ചിത്രം AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് എന്നും അതിന്റെ വസ്തുതകൾ പുറത്തുവരുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനം ഉൾപ്പെടെ ഇടത് സർക്കാരിനെതിരെ UDF ആയുധമാക്കുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള ചിത്രത്തെക്കുറിച്ച് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നേരിട്ട് പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും UDF കൺവീനർ അടൂർ പ്രകാശിന് മറുപടിയില്ല എന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. അടൂർ പ്രകാശ് MPയുടെയും ആന്റണി MPയുടെയും സാന്നിധ്യത്തിലാണ് കൂടിക്കാഴ്ച നടന്നത്. കേസിലെ മറ്റൊരു പ്രതിയായ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനൊപ്പവും പോറ്റി സോണിയാഗാന്ധിയെ സന്ദർശിച്ചിരുന്നു. രണ്ട് വ്യത്യസ്ത അവസരങ്ങളിൽ ഇവർ സോണിയാഗാന്ധിക്ക് സമ്മാനങ്ങൾ കൈമാറുന്ന ചിത്രങ്ങൾ പുറത്തുവന്നു. ആരാണ് പോറ്റിക്ക് കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം നൽകിയത്, എന്തിനു വേണ്ടിയായിരുന്നു കൂടിക്കാഴ്ച എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് അടൂർ പ്രകാശ് മറുപടി പറഞ്ഞിട്ടില്ല. വിഷയത്തിൽ ചോദ്യങ്ങൾ ഉയരുമ്പോൾ അടൂർ പ്രകാശ് പ്രകോപിതനാകുന്നത് കുറ്റബോധം കൊണ്ടാണ് എന്നും കുറ്റപ്പെടുത്തലുണ്ടായി. അതേസമയം IAS ഉദ്യോഗസ്ഥർ SIT ഭീഷണിപ്പെടുത്തുന്നുവെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം പഴയ ബോംബ് പോലെയാണെന്നും ഉദ്യോഗസ്ഥരുടെ പേര് പുറത്തുവിടാൻ പോകുന്നില്ലെന്നും പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ടും സതീശന്റെ ബോംബ് ഇതുവരെയും പൊട്ടിയില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എന്തായാലും മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിൽക്കുന്നു എന്ന തരത്തിലുള്ള ചിത്രങ്ങൾ AI നിർമ്മിതമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള തെളിവുകൾ പുറത്തുവിടുമെന്നും പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും ഒരുമിച്ചുള്ള ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുത്തു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യനെതിരെയാണ് കോഴിക്കോട് ചെവായൂർ പോലീസ് കേസെടുത്തത്. സംഘർഷമുണ്ടാകണമെന്ന ഉദ്ദേശത്തോടെ ചിത്രം പങ്കുവച്ചെന്ന് കാട്ടിയാണ് കേസ്. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ചിത്രങ്ങളാണ് S സുബ്രഹ്മണ്യൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത്. മാത്രമല്ല പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രയും അഗാധമായ ബന്ധമുണ്ടാകാൻ കാരണം എന്തായിരിക്കും എന്ന അടിക്കുറിപ്പും ഉണ്ടായിരുന്നു. എന്നാൽ ഇതിലൊരു ചിത്രം AI നിർമ്മിതമാണെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രിക്കൊപ്പം പോറ്റി നിൽക്കുന്നതായുള്ള ചിത്രം AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും അതിന്റെ വസ്തുതകൾ പുറത്തുവരുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കുകയാണ്. അതേസമയം ശബരിമല സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങളിലേക്ക് കൂടി പോകാം. ശബരിമല സ്വർണ്ണക്കടത്തിൽ ബന്ധമുണ്ടെന്ന് പ്രവാസി വ്യവസായി ആരോപിച്ച തമിഴ്നാട്ടിലെ D മണിയെ പ്രത്യേക സംഘം ഇന്ന് ചോദ്യം ചെയ്യും. D മണി എന്ന് വ്യവസായി വെളിപ്പെടുത്തിയത് ഡിഡിഗൽ സ്വദേശി ബാലമുരുകനെയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. കേരളത്തിൽ നിന്നുള്ള പഞ്ചലോക വിഗ്രഹങ്ങൾ അടക്കം അന്താരാഷ്ട്ര മാഫിയയുമായി ബന്ധമുള്ള സംഘം കടത്തിയെന്നാണ് വ്യവസായിയുടെ മൊഴി. ഇതിലെ സത്യാവസ്ഥ വ്യക്തമാകുന്നതിനാണ് ചോദ്യം ചെയ്യൽ. അതേസമയം CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹൈക്കോടതിയിലെ ഹർജിയിൽ കോടതി സർക്കാരിനോട് നിലപാട് തേടി. ഇതിനുള്ള മറുപടി തയ്യാറാക്കാനും പ്രത്യേക സംഘം നീക്കങ്ങൾ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും D മണിയെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയതെന്നതും ഏറ്റവും പ്രധാനമായി മാറിയിരിക്കുന്നു. തമിഴ്നാട് ദിണ്ടിഗൽ സ്വദേശി ബാലമുരുകനാണ് D മണി എന്നാണ് SITയുടെ കണ്ടെത്തൽ. ഇയാളെ ഇന്ന് ചോദ്യം ചെയ്യും. വിശദമായ ചോദ്യം ചെയ്യൽ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇടനിലക്കാരനായ വിരുദനഗർ സ്വദേശി ശ്രീകൃഷ്ണനെയും അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു. അതേസമയം പ്രവാസിയുടെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. D മണിയും സംഘത്തെ പരിചയപ്പെടുത്തിയത് ജയലളിതയുമായി ബന്ധമുള്ളവരാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കടത്താൻ പണവുമായി ഇപ്പോഴും സംഘം കറങ്ങുന്നുവെന്നും വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട്. രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘത്തിന് ശബരിമലയിലെ വസ്തുക്കൾ പോറ്റി ഇടനില നിന്ന് വിറ്റെന്നായിരുന്നു പ്രവാസി വ്യവസായിയുടെ മൊഴി. 2019-2020 കാലത്ത് D മണി എന്നയാൾക്ക് വിഗ്രഹങ്ങൾ വിറ്റെന്നായിരുന്നു പ്രവാസി SITക്ക് മൊഴി നൽകിയത്. D മണി യഥാർത്ഥ പേരിലെന്ന് അന്വേഷണ സംഘം ആദ്യമേ സംശയം പ്രകടിപ്പിച്ചതാണ്. ഇയാളെ കണ്ടെത്താനും മൊഴിയിൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കാനുമായിരുന്നു അന്വേഷണ സംഘം ശ്രമിച്ചത്. ഇതിനായി SIT സംഘം ഇന്നലെ കർണാടകത്തിലെ ബെല്ലാരിയിലെത്തിയിരുന്നു. കേസിൽ അറസ്റ്റിലായ ബെല്ലാരി സ്വദേശി ഗോവർദ്ധന്റെ റോഡം ജ്വല്ലറിയിൽ SIT പരിശോധനയും നടത്തി. 5 അംഗ സംഘമാണ് റോഡം ജ്വല്ലറിയിൽ പരിശോധന നടത്തിയത്. രണ്ടാം തവണയാണ് സ്വർണ്ണ കവർച്ച അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ബെല്ലാരിയിൽ എത്തുന്നത്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പ് നടത്താൻ തിരിച്ച സംഘം ബെല്ലാരിയിലെത്തുകയും ഗോവർദ്ധനെ ചോദ്യം ചെയ്യുകയും ജുവലറിയിൽ നിന്ന് 474 ഗ്രാം സ്വർണം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. പിടിച്ചെടുത്ത സ്വർണം താൻ പണം വാങ്ങി നൽകിയതാണെന്നും SIT പീഡിപ്പിക്കുകയാണെന്നും അറസ്റ്റിലായ ഗോവർദ്ധൻ ആരോപിച്ചിരുന്നു. അതിനിടെയാണ് പ്രത്യേക സംഘം ബെല്ലാരിയിലെത്തി പരിശോധന നടത്തിയത്. യഥാർത്ഥ സ്വർണ്ണപ്പാളി എവിടെയെന്ന് കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. അതേസമയം
ശബരിമല സ്വർണ്ണക്കേസിൽ പ്രതികളുമായി കോൺഗ്രസ് നേതാക്കളുടെ ബന്ധം ആ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ കോൺഗ്രസ്. UDF ഭരണകാലത്ത് പ്രതികൾ ശബരിമലയിലെ പ്രധാന ചടങ്ങുകൾ എത്തിയത് എങ്ങനെയെന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യം. അതിന് നേതാക്കൾ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. ശബരിമല സ്വർണ്ണക്കേസിൽ പിടിയിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഗോവർദ്ധനും കോൺഗ്രസ് നേതാക്കളുമായുള്ള ബന്ധമാണ് മുഖ്യമന്ത്രി ചോദ്യം ചെയ്തത്. സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് പ്രതികളെ വിളിച്ചുകൊണ്ടുപോകാൻ മാത്രം അടൂർ പ്രകാശിനും ആന്റോ ആന്റണിക്കും എന്ത് ബന്ധമാണ് ഉണ്ടായിരുന്നതെന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. ശബരിമല കേസിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിച്ച കോൺഗ്രസിനും UDFും ഇതോടെ വെട്ടിലായി. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാനാകാതെ അടൂർ പ്രകാശ് പൊട്ടിത്തെറിച്ചു. ആരാണ് സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയതെന്ന ചോദ്യത്തിന് ഇതുവരെ കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടി പറയാനായിട്ടില്ല എന്നത് ഭരണപക്ഷവും ആയുധമായി ഉപയോഗിക്കുന്നുണ്ട്. കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയവർക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണവും വന്നു. ഇതും ഏറെ നിർണായകമായി മാറിയിരിക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ച് സ്വർണ്ണക്കേസിൽ ഒന്നും മറയ്ക്കാനില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മാത്രമല്ല, മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു പൊതുചടങ്ങിലെ ചിത്രത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ളതെന്നും തെളിഞ്ഞിരുന്നു. ഇതിന്റെ രേഖകളും പുറത്തുവന്നു. കേരള പോലീസിന് ഭീമ ഗോൾഡ് ആംബുലൻസ് കൈമാറുന്ന ചടങ്ങിൽ സ്പോൺസറുടെ ഭാഗത്തു നിന്നും വന്നവരിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ളത്. കലാകാരൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി അടക്കം പരിപാടിയിൽ പങ്കെടുത്തു. അല്ലാതെ സോണിയാഗാന്ധിയുടെ വസതിയിൽ പ്രതികൾ നടത്തിയ പോലെ ഒരു സ്വകാര്യ സന്ദർശനമല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോഴും മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾ കോൺഗ്രസിന് വ്യക്തമായ മറുപടിയില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ധാരാളം ആൾക്കാർ കോൺഗ്രസുമായി നല്ല ബന്ധമുള്ളവരാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനം. അത് SIT കണ്ടെത്തട്ടെ എന്നും ശബരിമല വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയം നോക്കാത്ത സർക്കാർ നിലപാടുകൾ സ്വീകരിച്ചുവെന്നും സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ പോറ്റിയും സ്വർണം വിറ്റ ഗോവർദ്ധനും സോണിയാഗാന്ധിക്ക് ഒപ്പം നിന്ന ചിത്രം പുറത്തു വന്നിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾ ആരും ഇതുവരെ കക്ഷി രാഷ്ട്രീയം കണ്ടിട്ടില്ല. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്നതാണ് സർക്കാരിന്റെ നിലപാട്. അത് ആരായാലും ശിക്ഷ കിട്ടും. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പേർ നല്ല കോൺഗ്രസ് ബാന്ധവമുള്ളവരാണ്. ആരുടെയും പേര് ഞങ്ങൾ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. കുറ്റവാളിയാണെങ്കിൽ അന്വേഷണ സംഘം കണ്ടെത്തട്ടെ. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിക്കട്ടെ എന്നാണ് കാണുന്നത്. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പലതരത്തിലുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് തന്റെ പേര് ഉപയോഗിക്കുന്നുണ്ടാകും. ചിത്രങ്ങളും വക്രീകരിച്ച് ഉപയോഗിക്കുന്നുണ്ടാകും. ശബരിമല വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയം കാണാതെ നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ ഏതെല്ലാം തരത്തിൽ LDFനെ മോശമായി ചിത്രീകരിക്കാമെന്നാണ് UDF ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി അവർ വ്യാപകമായ പ്രചാരണം നടത്തുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.